അനുമാനിഞ്ചമായ ദൃഷ്ടാന്തമാണ്. ശ്രീ പ്രഭുങ്കരമായ മനുഷ്യ ആയുസിന്റെ നിലനിൽപ്പിന് തന്നെ ആ വാത്സല്യത്തിന്റെ മറവിലാണ്. ദൈവിക സ്നേഹം ആവോളം നകരുന്ന മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുവാൻ മറക്കുന്നു. സ്വാർത്ഥതയുടെ ബലിഷ്ഠ കരങ്ങളിൽ ചതഞ്ഞരയുന്ന മനുഷ്യജന്മം സഹോദര്യത്തിന്റെ ഊഷ്മണയെ അകറ്റുന്നു. നേട്ടങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ വ്യഗ്രത കാട്ടുന്ന അവന്റെ പാതയിൽ നീതിയും ന്യായവും മൂകസാക്ഷികളായി നിലനിൽക്കുന്നു. കാലത്തിന്റെ കെട്ടുറപ്പ് പലതിനെയും വിസാരിപ്പിക്കുമെങ്കിലും മനുഷ്യൻ അടച്ച അധ്യായങ്ങൾ മലർത്തി തുറക്കുന്ന ഒരു ന്യായപീഠം നീതിയുടെ തുലാസിൽ കലവില്ലാതെ സത്യങ്ങളെ മറനീക്കി പുറത്തു കൊണ്ടുവരുമെന്ന് മുന്നറിയിപ്പോടെ ദൈവനാമ മഹത്വത്തിനായി ഈ സ്കിറ്റ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. സ്വർഗത്തിന്റെ വാതിൽ. സ്വർഗത്തിന്റെ വാതിൽ വിശാലമല്ല, ഇടുക്കവും ഞെരുക്കവുമുള്ളൊരു വാതിൽ. നീതിമാന്മാരെല്ലാം കടക്കും വഴി, ദുഷ്ടന്മാരോ ഇതിലെ കടക്കുന്നില്ല. ഞാനൊരു ഡോക്ടർ ആയിരുന്നപ്പോൾ എത്ര പേരുടെ ജീവനെ രക്ഷിച്ചിട്ടുള്ള, എത്ര പേർക്ക് ഞാൻ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ലെന്നോ? അയ്യോ ഡോക്ടറെ, ഡോക്ടർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. ഡോക്ടറിന്റെ ജീവിതകാലത്ത് ദുഷ്പ്രവർത്തികൾ അതിഭയങ്കരമാണ്. ഡോക്ടർക്കായി ഓർമ്മയുടെ പുസ്തകം ഇതാ തുറക്കുന്നു. ശരി. ഹലോ, ഡോക്ടർ നിമ്മി ജോർജ്, സെന്റ് ജോർജ് ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ മേധാവിയും സർജനും MBBSന് പുറമെ ഉന്നത വിദ്യാഭ്യാസമായ FRCS കിങ്സ് കോളേജിൽ നിന്നും കരസ്ഥമാക്കി. തന്റെ മികച്ച സേവനത്തിന് തികച്ച സിവിലിയൻ അവാർഡും കരസ്ഥമാക്കി. ഹലോ മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം? സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതെന്തിനാ? മോഷ്ടിച്ചോ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോഷ്ടിക്കരുതെന്ന്? നിനക്ക് വേണ്ട കാര്യങ്ങൾ എന്നോട് പറഞ്ഞ പോലെ ഞാൻ ഇവിടുത്തെ മോഷ്ടിച്ചോണ്ട് വരത്തില്ലേ? പിന്നെ വീട്ടിൽ വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഡോക്ടർ വരുന്നുണ്ട്, ഞാൻ എന്നാ പിന്നെ വിളിക്കാം. ഓക്കെ. ഏത് പേഷ്യന്റിന്റെ ഡോക്ടറെ? ഓക്കെ. ആ പേഷ്യന്റ് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല. ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടാവുന്നു. പിന്നെ നമ്മളൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അവരോട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്ന് കാണാൻ. സർക്കാരിന് നക്കാൻ വെച്ച കാശ് കൊണ്ട് ഇവരെല്ലാം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ എന്നെ കൊണ്ട് കിട്ടാറില്ല. എന്നാലും നമ്മുടെ ജോലി ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നാണ്. ഒരെണ്ണമില്ല. ഈ MBBS നല്ലോണം കാശ് മുടങ്ങിട്ടെ പേരിന്റെ ബോർഡിൽ എഴുതി വരുന്നു. ഡോക്ടറിന് ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട. സ്വർഗത്തിന്റെ വാതിൽ വിശാലമല്ല, ഇടുക്കവും ഞെരുക്കവുമുള്ളൊരു വാതിൽ. നീതിമാന്മാരെല്ലാം കടക്കും വഴി, ദുഷ്ടന്മാരോ ഇതിലെ കടക്കുന്നില്ല. വേണം സ്വർഗം.
ജീവിതത്തിലെ ദുഷ്പ്രവൃത്തികൾ എത്രയോ അഡ്വക്കേറ്റ് ആനി വർഗീസ് ഹൈക്കോടതിയിലെ പ്രഗത്ഭയായ ക്രിമിനൽ വക്കീൽ. തെളിവില്ലാത്ത കേസുകൾ പോലും നിയമത്തിന്റെ പിൻബലത്തോടെ കോടതിയിൽ വാദിച്ച് ജയിക്കുവാൻ അതിസമർത്ഥം. ജയം മാത്രമേ ഈ വക്കീലിന് സംഭവിക്കൂ. വക്കീൽ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഒരു പ്രത്യേക കാര്യം പറയാം. എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നു. ഒറ്റന്ന് അറിയാലോ, ഞങ്ങൾ 3 മക്കളാണല്ലോ. ഇപ്പോ അപ്പന്റെ വലിയ സുഖമൊന്നുമില്ല, അതുകൊണ്ട് കിടപ്പല്ലേ. പിന്നെ ഇപ്പൊ 3 പേരും കൂടി സ്വത്തിന് താക്കുക. പ്രധാനം ഏറ്റാണ് എനിക്കല്ലേ സ്വത്ത് കിട്ടുന്നത്. അപ്പൊ അവർക്ക് സ്വത്തിനൊക്കെ കൈവശം വെക്കുന്നത്. അപ്പൊ വക്കീൽ എങ്ങനെ സ്വത്ത് മൊത്തം എത്തി കിട്ടണം? അതിന് രണ്ടൊന്നും കിട്ടാറുണ്ട്. പിന്നെ ജോർജേട്ടനായി അയ്യോ, ജോർജേട്ടന്റെ അയൽവക്കാരനായതുകൊണ്ട് പറയുന്നുണ്ടോ, അത്ര അതിനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഞാൻ പോലുമല്ല. എനിക്ക് തോന്നുന്നില്ല പുള്ളി ആ കൊല ചെയ്തേന്ന്. എങ്ങനെയെങ്കിലും വക്കീൽ ജയിപ്പിക്കണം കേട്ടോ. പിന്നെ ഇതിനൊക്കെ കുറച്ച് ചെലവുണ്ടല്ലോ. ഒരു 10 15 ലക്ഷമാണ് മിനിമം. ഞങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാലോ. ഒരു 10 അല്ല, അയാളെ ഇറങ്ങണമെങ്കിൽ മതി. എനിക്കുള്ള നിർബന്ധമൊന്നുമില്ല. അയാളെന്തായാലും 15 ഒരു കുഴപ്പമില്ല. വിഷമിക്കാതെ ഈ ആനിവേഴ്സറി ഒരു കാര്യം ഏറ്റത്. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. ശരിയാ, കാണാം. സ്വർഗത്തിന്റെ വാതിൽ വിശാലമല്ല, ഇടുക്കവും ഞെരുക്കവുമുള്ളൊരു വാതിൽ. നീതിമാന്മാരെല്ലാം കടക്കും വഴി, ദുഷ്ടന്മാരോ ഇതിലെ കടക്കുന്നില്ല. ഞാനൊരു എഞ്ചിനീയർമാരിൽ ശ്രേഷ്ഠൻ. എനിക്കു വേണം സ്വർഗം, സ്വർഗം എന്റേതത്രേ. എനിക്കു വേണം സ്വർഗം, സ്വർഗം എന്റേതത്രേ. സ്വർഗത്തിന്റെ വാതിൽ വിശാലമല്ല, എഞ്ചിനീയർ ഇതിലെ കടക്കുന്നില്ല. ഞാൻ കടക്കത്തില്ലെന്നോ? നിങ്ങൾക്കറിയോ, ഞാനൊരു എഞ്ചിനീയർ. ഞാൻ എത്ര അനവധി പള്ളികൾ പണിതു, എത്ര അനാഥശാലകൾ ഞാൻ വഴിയില്ലാത്തവർക്ക് വഴി വെട്ടിക്കൊടുത്തു. എത്ര പാലങ്ങൾ എല്ലാം ഞാൻ പണിതു. എന്നിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്നോ? എങ്കിലും എഞ്ചിനീയർക്ക് ഈ സ്വർഗത്തിൽ പ്രവേശനമില്ല. എഞ്ചിനീയറുടെ ജീവിതകാലത്ത് ദുഷ്പ്രവർത്തികൾ അതിഭയങ്കരമാണ്. എഞ്ചിനീയർക്കായി ജീവന്റെ പുസ്തകം ഇതാ തുറക്കുന്നു. ജീവിത പുസ്തകവും അല്ലാതെ കണ്ടിട്ടേ മതി. ഇതാരാണെന്ന് അറിയാമോ? UK ഗവൺമെന്റിലെ അതിപ്രശസ്തയായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രിസില ജോൺസൺ. M.Techൽ ഫസ്റ്റ് ക്ലാസ് കരസ്ഥമാക്കിയ മിടുക്കിയായ ഒരു എഞ്ചിനീയർ. ഇപ്പോൾ പ്രിസില UK ഗവൺമെന്റിന് വേണ്ടി തേംസ് നദിയിലൂടെ മേലെ നിർമ്മിക്കുന്ന ബ്രിഡ്ജിന്റെ പ്രോജക്ട് മാനേജറും കൂടെയാണ്. ഇങ്ങോട്ട് വന്നേ. എത്ര നാളെ ആ ബൗണ്ടറികൾക്ക് തീർക്കാൻ പറഞ്ഞിട്ട്. ഇതേക്ക് ഈ അഗ്രിമെന്റ് പീരീഡ് കഴിയുമ്പോൾ എനിക്ക് എന്റെ ബാങ്കിൽ എന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ പ്രിസില ജോൺസന്റെ വിധം മാറും. നിങ്ങൾക്കറിയാം, ഞാൻ എത്ര പേരെ കൊട്ടേഷൻ വർക്കൊക്കെ മാറ്റിക്കളഞ്ഞു ഈ ഒരു കൊട്ടേഷൻ വർക്കിന് വേണ്ടി. ഇത്ര നാളായിട്ട് എന്താ തീർക്കാത്തത്? ഇതേക്ക് ഈ പ്രിസില ജോൺസൺ ഗവൺമെന്റിന് വേണ്ടിയല്ല, ലാഭത്തിന് വേണ്ടിയല്ല, നഷ്ടത്തിന് വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്. ഇത് കേൾക്കണം, അഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞില്ലെങ്കിൽ പൈസ കിട്ടിയില്ലെങ്കിൽ അന്ന് എന്റെ വിധം മാറും. കണ്ടോണം. സാറെ പേടിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ ശരിയാക്കി തന്നേക്കാം. സാറിന്റെ കാശ് കിട്ടിയിട്ടേ എനിക്ക് ഇനി ഉറപ്പുള്ളൂ. സ്വർഗത്തിന്റെ വാതിൽ വിശാലമല്ല, ഇടുക്കവും ഞെരുക്കവുമുള്ളൊരു വാതിൽ. നീതിമാന്മാരെല്ലാം കടക്കും വഴി, ദുഷ്ടന്മാരോ ഇതിലെ കടക്കുന്നില്ല. ഞാനൊരു പാസ്റ്റർമാരിൽ ശ്രേഷ്ഠം. എനിക്കു വേണം സ്വർഗം, സ്വർഗം എന്റേതത്രേ. എനിക്കു വേണം സ്വർഗം, സ്വർഗം എന്റേതത്രേ. സ്വർഗത്തിന്റെ വാതിൽ വിശാലമല്ല, പാസ്റ്റർ ഇതിലെ പ്രവേശിക്കില്ല. പാസ്റ്റർ ഇല്ലാത്ത സ്വർഗം. ഞാൻ 4 സ്റ്റേറ്റിന്റെ ജനറൽ പ്രസിഡന്റ്. ഞാൻ എത്ര സ്ഥാനം നടത്തിയിട്ടുണ്ട്, എത്ര കൺവെൻഷൻസ് നടത്തിയതാ.
ഈ ഞാൻ സ്വർഗത്തിലേക്ക് പിന്നെ ആരാ സ്വർഗത്തിലേക്ക്? പാസ്റ്റർ സംഘത്തിലേക്ക് പ്രവേശനമില്ല. പാസ്റ്റർ ചെയ്ത പാസ്റ്ററുടെ ജീവിതത്തെ ദുഷ്പ്രവൃത്തിയിൽ ഇത് റവറൻഡ് ഡോക്ടർ ജോർജ് സഖറിയ, പെന്തക്കോസ്ത് ഗോളത്തിലെ പ്രശസ്തനായ ഒരു പ്രസംഗികൻ, ആദ്യ മെഗാ ചർച്ചിന്റെ സ്ഥാപക പ്രസിഡന്റ്, ഗുഡ് ന്യൂസ് ഹല്ലേലൂയ, മരിപ്പച്ച, ഡിഫൻഡർ എന്നുള്ള എല്ലാ പേപ്പറിലും പ്രശസ്തനായ ഒരു പാസ്റ്റർ. ഏത് പെന്തക്കോസ്ത് കമ്മിറ്റിയിലും മുൻപിൽ നിന്ന് ജീവിതത്തിനു വേണ്ടി വാദിക്കുന്ന റവറൻഡ് ഡോക്ടർ ജോർജ് സഖറിയ മാസങ്ങൾ നീണ്ട വിദേശ കറക്കശേഷം തന്റെ സ്വന്തം സഭയിൽ സന്ദർശിക്കാൻ എത്തുന്നു. നമ്മുടെ പാസ്റ്റർ നമുക്ക് പ്രേരണ പോവാം. പക്ഷെ പാസ്റ്ററിന്റെ സ്നേഹം മൊത്തം പോയി പക്ഷെ നമുക്ക് ഇഷ്ടം പോകാം. Praise the Lord, പ്രിയ ദൈവമക്കളെ. In fact, I'm very happy to be here. എൻ്റെ ആഫ്രിക്ക കോണ്ടിനെന്റിൽ കൂടെ എൻ്റെ യാത്ര was such a great experience for me. And when I was in Uganda, I preached to around 2 lakhs people. And when I was in Antarctica, it was broadcast to around 10 lakhs people. പക്ഷേ ഈ വർഷത്തെ ഈ പ്രോഗ്രാം ഈ ബുക്ക് I have no space, papers in my diary left. So അതുകൊണ്ട് I'm not ready for a speech right now. Because എന്താണെന്ന് പുറത്തൊരു വണ്ടി വെയിറ്റ് ചെയ്യും എൻ്റെ അടുത്ത പ്രോഗ്രാം വേണ്ടി. So I'm just concluding here, okay? ഇനി വിശ്വാസി എത്ര മാസമല്ലോ ഇനി വിശ്വാസി സഭാചതോ Don't talk more, okay? ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായി കേട്ടോ. എനിക്ക് സ്വർഗത്തിൽ പോകണം. അപ്പോൾ എന്നാ ശരി. സ്വർഗത്തിന്റെ വാതിൽ വിശാലമല്ല, ഇടുക്ക